പെട്ടു ഗൈസ്. വാഹനത്തിൻ്റെ കീ അകത്തും ഡോർ ലോക്കും, ഡോർ തുറക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ സാഹചര്യം നിങ്ങൾക്ക് ഇതിന് മുമ്പൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. ഞങ്ങൾക്ക് ഇവിടെ സ്ഥിരമായിട്ടുണ്ടാകുന്ന പരിപാടി. അപ്പോൾ ഈ സംഭവത്തിൽ എങ്ങനെയാണ് ഇങ്ങനെ സാഹചര്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് സ്പെയർ കീ അവൈലബിൾ അല്ല, ഡോർ തുറക്കാൻ ഒരു മാർഗ്ഗമില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു കീ നമുക്ക് എടുക്കാം, എങ്ങനെ വാഹനത്തിൻ്റെ ഡോർ അൺലോക്ക് ചെയ്യുക എന്നുള്ളൊരു സിമ്പിൾ ടെക്നിക്കാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ടൂൾസാണ് ആവശ്യമുള്ളത്. ഇതേപോലത്തെ ഒരു എയർ ബാഗും അതേപോലെ തന്നെ ഈ ഒരു കമ്പി കഷ്ണവും ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു കീ എടുക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ എയർ ബാഗ് എടുത്തിട്ട് ഈ ഡോറിൻ്റെ ഈ ഒരു ഗ്യാപ്പിലേക്ക് ഇറക്കണം. അതിന് വേണ്ടിയിട്ട് ഡോറൊന്ന് ജസ്റ്റ് ഒന്ന് ഗ്യാപ്പ് ഇട്ട് പിടിച്ചിട്ട് കറക്റ്റായിട്ട് അതങ്ങ് ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ ബാഗ് ഇതിനകത്ത് ഡോറിൻ്റെ ഗ്യാപ്പിലൂടെ കറക്റ്റ് ഇറക്കി കൊടുത്തു കഴിഞ്ഞിട്ട് എയർ ഇതിനകത്തേക്ക് പമ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഡോറിൻ്റെ ഗ്യാപ്പ് ചെറുതായ രീതിയിൽ ഇങ്ങനെ വലുതാവാൻ തുടങ്ങും. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ആ ബാഗ് കറക്റ്റായിട്ട് അതിൻ്റെ പൊസിഷനിലേക്ക് കറക്റ്റായിട്ട് ഇറക്കി കൊടുക്കുക. ഒരിക്കലും ബാഗ് എയർ വരുന്ന സമയത്ത് പുറത്തേക്ക് വരാത്ത രീതിയിൽ മാനേജ് ചെയ്യാൻ നോക്കണം. കാരണം ആ ഗ്യാപ്പ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബാഗ് പുറത്തേക്ക് വരും. അപ്പോൾ നോക്കിയാൽ മനസ്സിലാവും ബാഗ് പുറത്തേക്ക് വന്നു. അപ്പോൾ അങ്ങനെ സാഹചര്യം വരുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് ബാഗ് ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയതിന് ശേഷം ആ ഗ്യാപ്പ് ആദ്യം ചെയ്യണം. നമ്മൾ കൈയ്യിൽ പിടിച്ചിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് ആ ഗ്യാപ്പ് ആദ്യം വെച്ചിട്ട് ബാഗ് ഒന്നും കൂടി റെഡിയാക്കി ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മളത് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാക്കണം ഇതിനകത്തേക്ക്. ഇപ്പം എയർ ലോഡായി ചെറിയൊരു ഗ്യാപ്പ് വന്നു. അതിന് ശേഷം നമ്മുടെ ഈ ഒരു കമ്പി ഇതിനകത്തേക്ക് ഇറക്കി വെക്കുകയാണ്. ഇതിൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ ഈ സൈഡ് ഇതിനകത്തേക്ക് നമ്മൾ ഇറക്കി വെക്കുന്നു. ഇറക്കി വെച്ചതിന് ശേഷം നമ്മുടെ എയർ ഒഴിവാക്കിയിട്ട് വീണ്ടും ഇതൊന്ന് കറക്റ്റ് ചെയ്യാൻ പോവാണ്. ഇതിൻ്റെ പൊസിഷൻ കറക്റ്റ് അല്ലാത്തതുകൊണ്ട് ബാഗ് ഫുള്ളായിട്ട് ഇതിനകത്തേക്ക് ഉള്ളിലേക്ക് ഇറങ്ങാത്ത കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. കറക്റ്റായിട്ട് ചിലപ്പോൾ ബാഗ് പുറത്തേക്ക് എയർ വരുന്ന സമയത്ത് പുറത്തേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതില്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഇതിനകത്തേക്ക് ബാഗ് ആദ്യം കയറ്റണം. അപ്പോൾ ഈ ഒരു കമ്പിയുടെ ഗ്യാപ്പ് ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ബാഗ് ഇതിനകത്തേക്ക് കറക്റ്റായിട്ട് ഇറങ്ങി പോകുന്നത്. അപ്പോൾ ബാഗ് ഓൾമോസ്റ്റ് 3/4 ഭാഗത്തോളം ഇതിനകത്തേക്ക് ഇറങ്ങി. ഇനി നമ്മൾ എയർ പമ്പ് ചെയ്യും. ഇപ്പോൾ കറക്റ്റായിട്ട് ഡോറിൻ്റെ ഒരു ഗ്യാപ്പ് നമുക്ക് വന്നു തുടങ്ങി. അത്യാവശ്യത്തിലധികം ഗ്യാപ്പായി കഴിഞ്ഞാൽ നമ്മുടെ കീ കിടക്കുന്നത് ഈ ഒരു പൊസിഷനിലാണ് കീ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് കീ എങ്ങനെയെങ്കിലും ഇതിനകത്തേക്ക് ഗ്യാപ്പിലൂടെ പുറത്തേക്ക് എടുക്കാൻ പറ്റുമെന്ന് നോക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഈ ഡോറിൻ്റെ ലോക്ക് പിടിച്ചിട്ട് ജസ്റ്റ് അൺലോക്ക് ആക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കീ പുറത്തേക്ക് എടുക്കാനുള്ള രണ്ട് വഴിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് കീ സുഖമായിട്ട് കിട്ടുന്ന, കാരണം അതിൻ്റെ ആ ഒരു കീ ചെയിൻ വരുന്ന ഭാഗം നമുക്ക് കറക്റ്റായിട്ട് കൊളുത്തിയെടുക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. അതാദ്യം കീ കിട്ടുമോ ഇല്ലയോ നോക്കാം. ഓക്കെ, കീ നമ്മൾ തൂക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലൂടെ നമുക്ക് കിട്ടില്ല. ഇനി നമുക്ക് ഉള്ള ടാസ്ക് എന്താ വെച്ചാൽ ഇവിടെ ആയിരിക്കും കൂടുതൽ ഗ്യാപ്പ് വരും. ഈ കോർണറിലായിരിക്കും ഏറ്റവും കൂടുതൽ ഗ്യാപ്പ് വരുന്നത്. അപ്പോൾ ഇവിടെ ബാഗുള്ള കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇപ്പുറത്തേക്ക് ഇത് കടത്താൻ പറ്റില്ല. അപ്പോൾ ഈ ബാഗിനെ ഇപ്പുറത്തേക്ക് കടത്തണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഇത് എയറെല്ലാം ഒഴിവാക്കിയതിന് ശേഷം ബാഗ് പുറത്തേക്ക് എടുക്കണം. പുറത്തേക്ക് എടുത്തിട്ട് നമ്മൾ പതിയെ ഇത് ഇവിടുന്ന് നീക്കുന്നു. അതിന് ശേഷം വീണ്ടും നമ്മൾ ബാഗ് ഇപ്പുറത്തേക്ക് കയറ്റാൻ പോവാണ്. ഓക്കെ, മാക്സിമം ഈ സൈഡിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡിലാണ് ഏറ്റവും കൂടുതൽ ഗ്യാപ്പ് വേണ്ടത്. ഇനി വീണ്ടും എയർ പമ്പ് ചെയ്യാം. അത്യാവശ്യം ഗ്യാപ്പ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ആ ഗ്യാപ്പിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, ചാവിയെ പതിയെ പുറത്തേക്ക് വലിച്ചെടുക്കണം. പെട്ടു ഗായ്സ്, ചാവി താഴേക്ക് ചാടിപ്പോയി. ഇനി നമുക്ക് രണ്ട് ഓപ്ഷനാണുള്ളത്. കീ കിടക്കുന്ന ഏറ്റവും താഴെയാണ്, പേപ്പർ മാറ്റ് ഉണ്ട്, സീറ്റിൻ്റെ താഴെ ഭാഗത്ത് കീ കാണാൻ പറ്റുന്നുണ്ട്. ഒന്നുകിൽ കീ അവിടെ നിന്ന് തൂക്കിയെടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഡോറിൻ്റെ ലോക്ക് ഹാൻഡിൽ നമ്മൾ അൺലോക്ക് ചെയ്യണം. അപ്പോൾ ഏതാണ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. ആദ്യം ഒന്നും കൂടി നമുക്ക് കീ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കീ കിട്ടുമല്ലോ എന്നുള്ളത് നോക്കാം. കാരണം അത് മാറ്റിൻ്റെ അടിയിലായിട്ടാണ് കിടക്കുന്നത്. മാത്രമല്ല അത് സീറ്റിൻ്റെ ഏറ്റവും കുറച്ചൊരു താഴെ ഭാഗത്തേക്കാണ് കിടക്കുന്നത്. അപ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് കീ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്നാലും നമ്മളൊന്ന് പരിശ്രമിച്ച് നോക്കുകയാണ് കീ തന്നെ കിട്ടുമെന്നുള്ളത്. അതിന് ശേഷം കീ കിട്ടില്ലെങ്കിൽ മാത്രം നമുക്ക് ഡോറിൻ്റെ അൺലോക്കിലേക്ക് നോക്കാം, ഡോർ അൺലോക്ക് ആക്കുന്ന രീതിക്ക് നോക്കാം.
ഈ ഒരു കമ്പി അത്യാവശ്യം നല്ല പിന്നെ ബലമുള്ളൊരു കമ്പി കേട്ടോ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് ഭാഗത്തേക്കും വളച്ചിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് വേണ്ട രീതിക്ക് സാധനം വളച്ച് ഒതുക്കാൻ പറ്റും. ഇത് കണ്ടിട്ട് പണ്ട് എനിക്ക് വാതിൽ കുത്തി തുറക്കുന്ന പണിയായിരുന്നു എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യാൻ നോക്കരുത്. കാരണം ഇത് സിമ്പിളായിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ യൂസ് ഉള്ള, കാരണം ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ആരെങ്കിലൊക്കെ വന്നിട്ട് ലോക്കാക്കി പോകും, കീ ലോക്കാക്കി പോവും. അപ്പോൾ അങ്ങനെ സാഹചര്യം വരുമ്പോൾ ഏറ്റവും ഞങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണിത്. ഇത്തരത്തിൽ രീതിയിലാണ് ഞങ്ങൾ കീകൾ അകത്തുനിന്ന് എടുക്കാറ്. ഇപ്പോൾ നിങ്ങൾക്കും ഒട്ടനവധി കേസുകൾ അതേപോലെ സാഹചര്യം വന്നിട്ടുണ്ടാവും. മേ ബി ആരെങ്കിലൊക്കെ നിങ്ങൾ തൊട്ടടുത്തുള്ള ആരെങ്കിലൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ സ്പെയർ കീ ഇല്ലാത്ത കേസുകളിൽ നമുക്ക് ഇത്തരത്തിൽ കീ എടുക്കാൻ മാത്രമേ ഓപ്ഷനുള്ളൂ. അല്ലാത്ത രീതിയിലുള്ള വഴികളൊന്നുമില്ല. അല്ലെങ്കിൽ ഇതിൻ്റെ ഡോർ ലോക്കൊക്കെ അഴിച്ചെടുക്കൊക്കെ വേണം. അത് ഹെവി ടാസ്ക്കാണ്, ഡോറിനൊക്കെ ഡാമേജ് സംഭവിക്കും. ഇതും ഡോറിന് ഡാമേജ് സംഭവിക്കില്ലെന്ന് പലരും ചോദിക്കും. പക്ഷേ വലിയൊരു പ്രശ്നമൊന്നുമില്ല. കാരണം ഈ ഒരു ഭാഗം മാത്രം നമ്മൾ ചെറുതായ രീതിയിൽ ഓപ്പൺ ചെയ്യുന്നതുകൊണ്ട് വലിയൊരു പ്രശ്നം വരാനില്ല. പക്ഷേ ഇതും അത്ര ഒരു നല്ല കാര്യമില്ല ഇങ്ങനെ ചെയ്യുന്നത്. ഇത് സാഹചര്യങ്ങൾ വരുമ്പോൾ മാത്രം ഇങ്ങനെ ചെയ്യില്ലാതെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് മാത്രം ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മുടെ കീ തൂക്കാൻ കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ കമ്പിക്കകത്ത് കൊളുത്തിയിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ബാഗ് ഈ ഒരു സൈഡിലേക്ക് മാറ്റണം. നമ്മൾ ആദ്യം ചെയ്തിരുന്നു, പക്ഷേ നമ്മുടെ കീ താഴെ പോയത് കാരണം നമുക്കത് വീണ്ടും ചെയ്യേണ്ടി വന്നു. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് മാക്സിമം ഈ ഒരു ഭാഗത്തേക്ക് കീ അടുപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കീ ഈ ഒരു സൈഡിലേക്ക് മാക്സിമം അടുപ്പിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും അതിനകത്തേക്ക് ബാഗ് കയറ്റുന്നു. കീ ഇപ്പോൾ ഈ ഒരു സൈഡിലേക്ക് വന്ന്, ഈ സൈഡിലേക്ക് വന്ന് നമുക്ക് ഈ സൈഡിലൂടെ കീ ആയിട്ട് തന്നെ സുഖമായിട്ട് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇനി എയർ ലോഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ കീയുടെ ഒരു ഭാഗം പുറത്ത് വന്നിട്ടുണ്ട്, പക്ഷേ ചെറിയൊരു ഗ്യാപ്പിൻ്റെ കുറവുണ്ട്. യെസ്, യെസ് ഗൈസ്, കീ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ കീ അകത്ത് പെട്ട് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇത്തരത്തിലൊരു ചെറിയ ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ വാഹനത്തിൻ്റെ കീ പുറത്തേക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ബാഗ് എടുത്തതിന് ശേഷം നമ്മളിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് അതിനകത്ത് എന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടോ എന്നുള്ളത്. ഒരു ഡാമേജും വന്നിട്ടില്ല. ജസ്റ്റ് ആ ഒരു പിന്നെ ഭാഗം നമ്മളിങ്ങനെ ഒരു സംഭവം ഒരു ഗ്യാപ്പ് വെച്ചു ചെയ്തു എന്നല്ലാതെ ഈ ഒരു ഭാഗത്തേക്ക് ബെൻഡോ ഡെൻഡോ കാര്യങ്ങളോ അല്ലെങ്കിൽ പെയിൻറ്റ് മുക്കോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല. അത് അതേപോലെ തന്നെ നിൽക്കുന്നു. കാരണം ഒരു അത്രയും നല്ല സ്ട്രോങ് ബോഡി ആയതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അതിനകത്ത് ഡാമേജോ കാര്യങ്ങളൊന്നും വരാനില്ല. ഇത്തരത്തിൽ കീ ആരുടെയെങ്കിലൊക്കെ അകത്തായി കഴിഞ്ഞാൽ ഈ രീതിയിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ ചെറിയ ടൂൾസ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈ 2 ടൂൾസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ കീ അകത്തുനിന്ന് പുറത്തേക്ക് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാം. അങ്ങനെ ഏത് ഓപ്ഷനിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പിന്നെ സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ പറ്റും. ഒരു സെഡാൻ സെഗ്മെൻറ്റ് വാഹനം വന്നിട്ടുണ്ട്. 2016 മോഡലിൽ നിൽക്കുന്ന ഫോർഡ് ഫിഗോ ആസ്പെർ ട്രെൻഡ് എന്ന പേരിൽ നിൽക്കുന്ന സിംഗിൾ ഓണർഷിപ്പിൽ 58,000 കിലോമീറ്ററുള്ള ഫോർഡിൻ്റെ സെഡാൻ വാഹനം KL 60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷനിൽ നിന്ന് വാഹനം. സെഡാൻ സെഗ്മെൻറ്റിൽ പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന വാഹനം അത്യാവശ്യം നല്ല യാത്രാ കംഫർട്ട് ലഭിക്കുന്ന, അത്യാവശ്യം നല്ല പെർഫോമൻസ് കാര്യങ്ങളെല്ലാം ലഭിക്കുന്ന, അത്യാവശ്യം ബേസിക്കലി വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്ന ഒരു മിഡിൽ ഓപ്ഷൻ വേണ്ടിയിരുന്ന പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന വാഹനം. സിംഗിൾ ഓണർഷിപ്പിൽ വെറും 58,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള നല്ല സീറ്റ് ഓവർ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ആവറേജ് ടയർ കണ്ടീഷൻ കാര്യങ്ങളെല്ലാം നിൽക്കുന്ന ഫോർഡിൻ്റെ ആസ്പെയർ എന്ന ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം 3,05,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി. ഓൾമോസ്റ്റ് 2,75 വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണ് ഇത്. 5 വർഷത്തെ മാസക്കാലയളവോട് കൂടി. ഇതുപോലെ തന്നെ മറ്റൊരു വാഹനം നമ്മുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഫോർഡിൻ്റെ ആസ്പെയറിന് മറ്റൊരു സിൽവർ കളർ നിൽക്കുന്ന വാഹനം നമ്മുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഇനി 16 ട്രെൻഡ് പറ്റില്ല, കുറച്ചും കൂടി മോഡൽ കൂടിയ ഒരു സെഡാൻ വാഹനം വേണമെന്നുള്ളവർക്ക് 2018 മോഡൽ നിൽക്കുന്ന ടൈറ്റാൻ എന്ന ഫുൾ ഓപ്ഷൻ വരും സിംഗിൾ ഓണർഷിപ്പിൽ 65,000 കിലോമീറ്റർ നിൽക്കുന്ന മറ്റൊരു ആസ്പെയർ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ വാഹനം. ടൈറ്റാൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വരുന്ന എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നു. സ്റ്റീറിംഗ് കൺട്രോൾ, എയർ ബാഗും ABS-ഉം കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, സെൻട്രൽ ലോക്കിംഗ്, അലോയ് വീൽസ് തുടങ്ങിയുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്ന, പെട്രോൾ അത്യാവശ്യം മൈലേജ് കാര്യങ്ങളെല്ലാം ലഭിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല യാത്രാ കംഫർട്ട് കാര്യങ്ങൾ എല്ലാം ലഭിക്കുന്ന ഒരു അടിപൊളി സെഡാൻ സെഗ്മെൻറ്റ് വാഹനം. ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം 4,30,000 രൂപയ്ക്ക്. ഓൾമോസ്റ്റ് 4 ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണിത്. അപ്പോൾ ഈ 2 വാഹനങ്ങളും നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഫോർഡിൻ്റെ ഒട്ടനവധി മറ്റു വാഹനങ്ങളൊക്കെ നമ്മുടെ സ്റ്റോക്ക് കിടക്കുന്നുണ്ട്. അല്ലാത്ത ഫോർഡും അല്ലാതെ വോക്സ് വാഗൺ, അതേപോലെ തന്നെ മാരുതി, ഹ്യുണ്ടായി, ടൊയോട്ട തുടങ്ങിയ എല്ലാ ബ്രാൻഡിൻ്റെയും വാഹനങ്ങളുടെ കളക്ഷൻസ്, ഒരു ബിഗ് കളക്ഷൻസ് തന്നെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞങ്ങൾ വീഡിയോസ് ആയിട്ട് റെഗുലറായിട്ട് ചെയ്യുന്നുണ്ട്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കാറ്റലോഗിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊത്തം വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് അതിനകത്ത് കാണാൻ സാധിക്കും. മറ്റു വാഹനങ്ങളുടെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾക്കൊക്കെ ഞങ്ങളെ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ഇതുപോലത്തെ ഒരുപാട് ടിപ്സും ട്രിക്സും അടങ്ങിയിട്ടുള്ള വീഡിയോസ്, അതുപോലെ വാഹനത്തിൻ്റെ വീഡിയോസ് ഞങ്ങൾ റെഗുലറായിട്ട് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് റെഗുലറായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക.